ബിസിനസ് ഓണേഴ്സിന് മെറ്റാഡ്സ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ചെലവാക്കുന്ന പൈസക്ക് അത് മുതലാവോന്ന് ഓർത്തിട്ട് വേണ്ടാന്ന് നോക്കും. ഇത് കാരണം ഫൗണ്ടേഴ്സ് അവരറിയാതെ തന്നെ അവർക്ക് ഒരു ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് അവര് നഷ്ടപ്പെടുത്തുന്നത്. ആഡ്സിന് ഇത്ര രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരിലേക്ക് എത്തും, എത്ര ലീഡ്സും കൺവേർഷൻസും നമുക്ക് പ്രതീക്ഷിക്കാം, മെറ്റാഡ്സിന്റെ വരവും ചെലവും എത്രയാകും എന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഈ പ്രോഡക്റ്റ് 5000 റുപ്പീസിനാണ് സെല് ചെയ്യണമെന്ന് വിചാരിക്കുക. ഡെയിലി ആഡ് ബഡ്ജറ്റ് 500 റുപ്പീസ് ആണ് ചൂസ് ചെയ്യണത്. ആഡ് ബഡ്ജറ്റ് അടക്കം പ്രോഡക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള എല്ലാ എക്സ്പെൻസും കൂടെ കൂട്ടി വരുമ്പോൾ 3500 ആയെന്നും വിചാരിക്കുക. അതായത് 1500 ആണ് ഒരു കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നേരത്തുള്ള ലാഭം. ഇനി നമുക്ക് മെറ്റയുടെ കാൽക്കുലേഷനിലേക്ക് പോവാം. 500 റുപ്പീസിന് പരസ്യം ചെയ്യാൻ നേരത്ത് മെറ്റ നമ്മുടെ പ്രോഡക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 4000-8000 ആളുകളിലേക്കൊക്കെ ഈ ഒരു വീഡിയോസ് എത്തിക്കും. അതിൽ നിന്നും 40-80 പേരായിരിക്കും സ്ക്രോൾ സ്റ്റോപ്പ് ചെയ്യാൻ പോണത്. അതിൽ നിന്നും 20-30 പേരൊക്കെ ആയിരിക്കുള്ളൂ ആഡ് ക്ലിക്ക് ചെയ്യുള്ളൂ. ആ വന്ന 20-30 ലീഡിൽ നിന്നും 2-3 പേരായിരിക്കും കൺവേർട്ട് ആവുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞ ഒരു കൺവേർഷൻ എടുത്താൽ പോലും 1500 ആണ് ഇവർക്ക് ലാഭം വരുന്നത്. അപ്പോ 500 ആഡിന് സ്പെൻഡ് ആക്കുന്നത് അവർക്ക് നല്ലത് തന്നെയാണ് ബിസിനസിന്. ഇൻസ്റ്റയിൽ FBയിലും പരസ്യം ചെയ്യണം, പ്രോഫിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ബിസിനസ് ഓണേഴ്സ്, ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ്, മാർക്കറ്റേഴ്സ്, ഇവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തേക്ക്.